വിശദമായ വാർത്തകളിലേക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായേക്കുമെന്ന വിലയിരുത്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കാൻ കോൺഗ്രസ്. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള അവസരം ഇനിയില്ലെന്നും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായെന്നും കെ മുരളീധരൻ. പാർട്ടി നേതാക്കന്മാരെ ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ സസ്പെൻഷനാണ്. തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഈ പൊക്കിൾ കോഴി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് അതിൽ ഒരു ഉത്തരവാദിത്വമില്ല. പാർട്ടി ഏൽപ്പിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ്, അല്ലാതെ മതിലയാടാനല്ല. പാർട്ടി നേതാക്കന്മാരെ ആലോചിച്ച് ഉചിതമായിട്ടുള്ള തീരുമാനം ഉടൻ KPC പ്രസിഡന്റ് കൈക്കൊള്ളുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സുനിൽ ഐസക് വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. സുനിൽ, തെരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കുന്ന സമയമാണ്. ഒടുവിൽ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണോ കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്? കാരണം ദേശീയ നേതൃത്വത്തിനടക്കം പരാതി ലഭിച്ച സാഹചര്യമാണ്. പൊക്കിൾക്കൊടി ബന്ധം വിച്ഛേദിച്ചു കഴിഞ്ഞു, പുകഞ്ഞ കൊള്ളി പുറത്തേക്ക് എന്നാണ് കെ മുരളീധരൻ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക നിലപാടാണ്. ഇത് നേതാക്കൾക്കിടയിൽ ഇത് സംബന്ധിച്ചൊരു ധാരണയായി കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഏതാനും സമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ സ്ഥിരീകരണം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. KPCC അധ്യക്ഷൻ തന്നെ ഇക്കാര്യം വ്യക്തമാക്കും. 11:30 KPCC അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമുണ്ട്. ഒന്നെങ്കിൽ ആ വാർത്താ സമ്മേളനത്തിലായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുക. ഒരുപക്ഷെ അതിനു മുമ്പ് തന്നെ വാർത്താക്കുറിപ്പായി ഈ പുറത്താക്കൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. തുടർച്ചയായി ഉണ്ടാകുന്ന പരാതികൾ കോൺഗ്രസിനെ വലിയ തോതിൽ ക്ഷീണിപ്പിക്കുന്നു എന്ന് തന്നെയാണ് പൊതുവായ വിലയിരുത്തൽ. ഇന്നലെ രണ്ടാമത്തെ പരാതി കൂടി വന്നതോടുകൂടി അതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. മാത്രമല്ല, പരാതി പതിവിന് വിരുദ്ധമായി പോലീസിലേക്കല്ല, ഇത്തവണ പാർട്ടിക്കാണ് എത്തിയത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒപ്പം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനും പരാതികൾ എത്തുന്നു. ACC നേതൃത്വം നേരിട്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തോട് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ, എന്ത് നടപടിയാണ് എടുത്തത് എന്നത് ആരായുന്നു. മാത്രമല്ല, അതൃപ്തി കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. KC വേണുഗോപാൽ ഇന്നലെ സണ്ണി ജോസഫുമായും രമേശ് ചെന്നിത്തലയുമായും VD സതീശനുമായും ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. നേതാക്കൾ തമ്മിൽ ഇന്നലെ ഇത് സംബന്ധിച്ച ഒരു ധാരണയായിട്ടുണ്ട്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ വേണ്ട, ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ ചുമക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം ഔദ്യോഗികമായി തന്നെ എത്തിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഒരു പ്രഖ്യാപനം മാത്രമാണ് ഉണ്ടാവേണ്ടത്. നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം 9-ാം തീയതിയാണ്. ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്, വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. സ്വാഭാവികമായും നിരവധി വിഷയങ്ങൾ സർക്കാരിനെതിരെ ചർച്ചയാവേണ്ട ഒരു സമയമാണിത്. ഈ നിലവിലിപ്പോൾ നോക്കൂ, നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഈ വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമായി ഇറങ്ങിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അതിനപ്പുറത്തേക്ക് സംസ്ഥാന സർക്കാരിനെതിരായ ജനവികാരമുണ്ട്. നിരവധി വിഷയങ്ങൾ, കരം വർദ്ധിപ്പിച്ച അടക്കമുള്ള സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളൊക്കെ പൊതുവിടത്തിൽ ചർച്ചയാവുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമാണ് മാധ്യമങ്ങളിലും പൊതുവിടങ്ങളിലുമൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടുവരുന്നത്. അത് പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കും. അതൊരു പക്ഷേ ജനങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റാനുള്ള സാധ്യതയുണ്ട്. അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും അതിൻ്റെ അലവുലികൾ ഉണ്ടാകും. അങ്ങനെ ഡെമോക്രസിന്റെ വാള് പോലെ ഡെമോക്രസിന്റെ വാള് പോലെ ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയുടെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കേണ്ടതില്ല. ആ വാൾ എടുത്തു മാറ്റുക പുറത്താണ് എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. ഔദ്യോഗികമായ പ്രഖ്യാപനം ഉടനുണ്ടാകും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി അത് ഉടനുണ്ടാകും. സുനിൽ ഐസക്കാണ് വിവരങ്ങൾ നൽകിയത്.